കോയമ്പത്തൂരിലെ മധുക്കരയിൽ മലയാളികളുടെ വാഹനം ആക്രമിച്ച് കവർച്ച നടത്താൻ ശ്രമിച്ച കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. കുഴൽപ്പണ സംഘമെന്ന് കരുതിയാണ് വ്യാപാരികളുടെ വാഹനം ആക്രമിച്ചത്. പ്രതികൾ കൃത്യം നടത്തിയ ശേഷം വാഹനം ഒളിപ്പിച്ചത് മലമ്പുഴയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തി. മധുക്കരയിൽ നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. പറയൂ നിഖിൽ പ്രമേഷ്, എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഈ സംഭവത്തിൽ? ഈ രാത്രിയിൽ നടന്ന ഒരു ആക്രമണമായിരുന്നു അത്. ഓർക്കാപ്പുറത്താണ് ഈ ആക്രമിച്ചത്. പറയൂ, മലമ്പുഴയിലെ മധുക്കരയിൽ നടന്ന ഈ അക്രമത്തിൽ എന്തൊക്കെയാണ് ദുരൂഹതകൾ? പറയൂ. മധുക്കരയിലെ കേസിൽ മലയാളികളുടെ വാഹനം ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ആ സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ കേസിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് മലമ്പുഴയിൽ നിന്നാണ്. ആ മലമ്പുഴയിൽ നിന്ന് ഒരു വാഹനം, അതായത് ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം, അതോടൊപ്പം തന്നെ ഈ എറണാകുളത്തുള്ള വ്യവസായികൾ അവരുടെ വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ള മധുക്കര സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ മലമ്പുഴയിൽ നിന്നാണ് ഈ വാഹനം, അതായത് പ്രതികളായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് സ്കൈൻ. കാരണം ഈ കേസ് ഹൈവേയിൽ നിരന്തരം മോഷണങ്ങളും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. ഈ കോയമ്പത്തൂർ ഹൈവേയിലൂടെ കടന്നു പോകുന്ന പ്രത്യേകിച്ച് മലയാളികളുടെ വാഹനമാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മോഷണം നടത്തുന്ന രീതി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സംഭവിക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ കമ്പ്യൂട്ടർ ആവശ്യത്തിനായി കമ്പ്യൂട്ടറിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്ന യുവാക്കളുടെ വാഹനമാണ് ആക്രമിക്കപ്പെട്ടത്. നമ്മളെല്ലാം ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഇത്. ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്നത് ഇത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും ഈ അക്രമത്തിന് പിന്നിൽ എന്നുള്ളതായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കേസിലെ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ ഈ മലയാളികൾ തന്നെയാണ്. ഒരു സൈനികനടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മെ ആശങ്കപ്പെടുത്തുകയും നമ്മെ ഭീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ. എന്തായാലും ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ. അതായത് ഇവർക്ക് മറ്റ് സഹായങ്ങൾ, ഈ 4 പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. ഈ 4 പേരെയും നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു പോരുകയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രാദേശികമായിട്ടുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പാലക്കാടാണ് ഇവർ ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്. മലമ്പുഴയ്ക്ക് അടുത്തൊരു സ്ഥലത്താണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്. അവർക്ക് അവിടെ നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോരുകയാണ്. കഴിഞ്ഞ കുറേ അധികം നാളുകൾ ഇപ്പം ഞാനുള്ള ഈ മധുക്കരയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി മോഷണങ്ങൾ, രാത്രി കാലങ്ങളിലൊക്കെ മോഷണം നടക്കാറുണ്ട്. ഈ വാഹനങ്ങൾ ആക്രമിച്ച്, അതായത് മലയാളികളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ആ വാഹനങ്ങൾ ആക്രമിച്ച് പണവും മറ്റും കവരുന്ന രീതിയുണ്ട്. ഇതിലേക്ക് ഈ കവർച്ചാ സംഘത്തെ നയിച്ച സാഹചര്യം എന്നുള്ളത് ഈ കുഴൽപ്പണ സംഘവും ഒക്കെ രാത്രിയിലാണ് സഞ്ചരിക്കാറ്. അവരുടെ കൈമാറ്റം നടക്കുന്നത് സ്വാഭാവികമായിട്ടും രാത്രിയിലാണ്. ഇത് മാത്രമല്ല, ഈ ജ്വല്ലറികളിലേക്കും മറ്റും സ്വർണ്ണാഭരണങ്ങളും മറ്റും വാങ്ങി കടന്നു പോകുന്ന ആളുകളും രാത്രിയിലാണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ മോഷണങ്ങളും മറ്റും പതിവായി നടക്കാറുണ്ട്. പലപ്പോഴും ഇവർക്ക് പരാതിപ്പെടാൻ പോലും പറ്റാറില്ല. കാരണം അത് അനധികൃതമായി കടത്തുന്ന പണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ അത് പരാതിപ്പെടാൻ പോലും കഴിയാറില്ല. എന്തായാലും ഈ യുവാക്കൾ കോയമ്പത്തൂരിൽ നിന്ന് അവരുടെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മടങ്ങി വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന ദൃശ്യങ്ങളാണ്. കാരണം ഒരു ബന്ധവുമില്ലാത്ത, അതായത് ഈ കുഴൽപ്പണ സംഘമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ വാഹനം ആക്രമിക്കുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം അവരവിടെ നിർത്താതെ രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവന് പോലും അവർക്ക് ഹാനിയില്ലാതെയായി മാറിയത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ്. കുന്നത്തുനാട് പോലീസാണ് ഈ കേസെടുത്തിട്ടുള്ളതെങ്കിലും മധുക്കര പോലീസും സമാനമായ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. എന്തായാലും കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നുള്ള അന്വേഷണം സജീവമായി തുടരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.